ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിംസ് ആശുപത്രിയിലേക്കും പ്രധാനമന്ത്രി പോകുന്നുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേരെയാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. അരുണിനെയും അനിലിനെയും അവന്തികയെയും ഒപ്പം ഒഡീഷക്കാരിയായ ഡോക്ടറുടെ സുഹൃത്തിനെയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുക. ഇപ്പോൾ ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറപ്പെടുകയാണ്. 3 തലത്തിൽ 3 ടയർ സെക്യൂരിറ്റിയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന കൽപ്പറ്റ മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തിരച്ചിലുകൾ ഇന്ന് നടക്കുന്നില്ല, എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ സുരക്ഷ പൂർണ്ണമായും ഒരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയും സംഘത്തിനും ചൂരൽമലയിലേക്ക് എത്തുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രി പുറപ്പെടുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രിമാരും അടങ്ങുന്ന സംഘവും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. അവരുടെ വാഹനങ്ങളും തൊട്ടുപിന്നിൽ തയ്യാറായി കിടക്കുന്നത് നമുക്ക് കാണാം. മുഖ്യമന്ത്രിയും ഗവർണറും പ്രധാനമന്ത്രിയും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചേർന്നാണ് ഈ സന്ദർശനത്തിനായി പുറപ്പെടുന്നത്. ചൂരൽമലയിലേക്ക് അവർ പുറപ്പെടുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ വാർത്താ സംഘം തയ്യാറാണ്. വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ചൂരൽമല ടൗൺ ഭാഗത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത് നമുക്ക് കാണാം. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വാഹനം ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്നത്. ദുരന്ത മേഖലയിൽ വന്നിറങ്ങുകയാണ് നരേന്ദ്രമോദി. നമ്മൾ ആവശ്യപ്പെട്ടതിലും അധികം കേരളത്തെ ചേർത്ത് പിടിക്കുന്നതിന് ആവശ്യമായതെല്ലാം ഉണ്ടാകുമെന്ന ഉറപ്പ് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പിന് ആവശ്യമായ പാക്കേജുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കേവലം L3 എന്ന ദുരന്തം പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് നീളണമെന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് 3 മണിവരെ ദുരന്തബാധിത മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകും. ആ ദുരന്തബാധിത മേഖലയിൽ സന്ദർശിക്കുമ്പോൾ കൃത്യമായി അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എത്രയൊക്കെയാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ മന്ത്രിമാർ ഒപ്പമുണ്ട്. ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ ഹെലികോപ്റ്ററുകൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 2 ഹെലികോപ്റ്ററുകൾ പ്രധാനമന്ത്രി വന്നത് ഒപ്പം ഉദ്യോഗസ്ഥർ വന്നത് ഈ 2 ഹെലികോപ്റ്ററുകളും അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി പോകുന്ന വഴികളാണ്. ആ വഴികളിലെല്ലാം പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നേരെ പ്രധാനമന്ത്രിയും സംഘവും പോകുന്നത് ചൂരൽമലയിലേക്കാണ്. ചൂരൽമലയുടെ ആഘാതം വളരെ വലുതാണ്. ചൂരൽമലയുടെ ആഘാതം എത്രമാത്രമാണ് എന്നത് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. ചൂരൽമല ടൗണിലേക്ക് ഒപ്പം ചൂരൽമലയുടെ പുതിയ വില്ലേജ് ഭാഗം വരെ ഉരുൾപൊട്ടിയെത്തിയ വെള്ളവും തടിക്കഷണങ്ങളും വലിയ പാറക്കൂട്ടങ്ങളും വന്നടിഞ്ഞ് തച്ചു തകർത്തത് നിരവധി വീടുകളാണ്. ആ വീടുകളിലുണ്ടായിരുന്ന മനുഷ്യരെയാണ്. മരണം മണക്കുന്ന ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും എത്തുകയാണ്. കാണാനും കേൾക്കാനും ഒന്നുമില്ലാത്ത നാടായി മാറിക്കഴിഞ്ഞ വയനാടിൻ്റെ നോവായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ചൂരൽമലയിലേക്കാണ് ഇപ്പോൾ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും റോഡ് മാർഗം പോകുന്നത്. സൈനിക വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞ മേപ്പാടിയിലേക്ക് മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ ഇരമ്പിപ്പാഞ്ഞ അതേ വഴിയിലൂടെ പ്രധാനമന്ത്രി ഇതാ ചൂരൽമലയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്കറിയാം, നമ്മൾ പോകുമ്പോൾ അവിടെ കാൽ വെച്ചിടത്ത് നടന്നു പോകുന്ന ഇടത്ത് മണ്ണിനടിയിൽ ഒരു ജീവൻ കിടക്കുന്നുണ്ടോ എന്ന പിടച്ചിലോടുകൂടിയാണ് ഓരോ കാലും വെച്ച് നമ്മളും അവിടേക്ക് എത്തിയത്. അതേ വഴിത്താരകളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ പോവുകയാണ്. ഒരു നാടിൻ്റെ ആഴത്തിലുള്ള അകക്കാഴ്ചയാണ് ആകാശ ദൃശ്യങ്ങളിലൂടെ കണ്ടറിഞ്ഞത്. അത് ആഘാതമേറ്റ ചൂരൽമലയുടെ മുറിവെത്രയാണെന്ന് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയാണ്. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, ചൂരൽമലയിൽ നേരത്തെ ഉണ്ടായിരുന്ന മനുഷ്യർ, അവരിൽ പലരും ചിതറിപ്പോയ മണ്ണാണത്. അവിടെ ഉണ്ടായിരുന്ന പലരെയും തിരിച്ചറിയാൻ കഴിയാതെ സംസ്കരിക്കേണ്ടി വന്ന മണ്ണാണത്. ആ മണ്ണിലേക്കാണ്, ആ മണ്ണിൽ ചവിട്ടി നിന്ന് അവിടുത്തെ ദുരന്തബാധിതർക്കൊപ്പമുണ്ട് എന്ന് പറയാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ശിവക്ഷേത്രം ഉണ്ടായിരുന്ന ഇടത്ത് ചോര പോലെ വെറും മണ്ണ് മാത്രമായി കിടക്കുന്ന, വെറും തറ മാത്രമായി കിടക്കുന്ന ഒരു ആൽമരച്ചോട്ടിൽ ഒരു അമ്പലമുണ്ടായിരുന്നു. അതിനപ്പുറത്തൊരു പള്ളി ഉണ്ടായിരുന്നു, ഒരു പള്ളിക്കൂടത്തിൻ്റെ മൈതാനമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും എത്തുകയാണ്. ശാന്തമായി ഒഴുകിയിരുന്ന ഒരു അരുവി അവിടെ ഉണ്ടായിരുന്നു. ആ അരുവിയുടെ ഓളം ഇപ്പോൾ കുത്തൊഴുക്കിൻ്റെ ആഘാതം ഏൽപ്പിച്ചതിൻ്റെ നിലവിളി ശബ്ദമായി മാറിക്കഴിഞ്ഞ ചൂരൽമലയിലേക്കാണ് എത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന മൈതാനം, ആ സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന പൂക്കളെ പോലെയുള്ള കുട്ടികൾ, അതെല്ലാം നഷ്ടപ്പെട്ട ഒരു മണ്ണിലേക്കാണ് നരേന്ദ്രമോദിയും സംഘവും എത്തുന്നത്. ആ കാഴ്ച കാണുന്നതിനായി, അവിടെയുണ്ടായ ദുരന്തം കണ്ടറിയുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്, ചൂരൽമലയിലേക്ക് എത്തുകയാണ്. ചൂരൽമലയിൽ വേണ്ടത് അടിയന്തര സഹായമാണ്. മുണ്ടക്കൈക്ക് വേണ്ടത് അടിയന്തര സഹായമാണ്. പുഞ്ചിരിമട്ടത്തിന് വേണ്ടത് അടിയന്തര സഹായമാണ്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയുടെ കണ്ണീരൊപ്പുന്നതിനായി അതേ മേഖലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും എത്തുമ്പോൾ അവിടെ ആ മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നതിനായുള്ള സഹായം ഉണ്ടാകും
എന്ന പ്രതീക്ഷയാണ്. പോലീസ് വാഹനങ്ങൾ ഇപ്പോൾ പൈലറ്റ് വാഹനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. കൽപ്പറ്റ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ കൽപ്പറ്റ ടൗണിലൂടെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ചൂരൽമലയിലേക്കാണ് വാഹനം കടന്നു പോകുന്നത്. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വാഹനങ്ങൾ വരിവരിയായി കടന്നു പോകുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനമാണ് നമ്മളിപ്പോൾ കണ്ട ആദ്യത്തെ വാഹനം. അതിന് പിന്നാലെ മറ്റു വാഹനങ്ങളും അവിടേക്ക് കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയുടെ വാഹനം, ഒപ്പം മന്ത്രിമാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അവയെല്ലാം ഒന്നിന് പിന്നാലെ ഒന്നായി കടന്നു പോവുകയാണ്. ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. എല്ലാവരും ചൂരൽമലയിലേക്കുള്ള യാത്രയാണിത്. ഈ വഴിയിലൂടെയാണ് നിരവധി പേർ സഹായത്തിനായി ഓടിപ്പാഞ്ഞ് നടന്നത്. ഈ വഴിയിലൂടെയാണ് രക്ഷാപ്രവർത്തകർ പോയത്. ഇതേ വഴിയിലൂടെയാണ് സൈന്യം നമ്മുടെ കരം പിടിച്ച് കയറ്റുന്നതിനായി ബെയിലിപ്പാലം നിർമ്മിക്കുന്നതിനായി അവിടേക്ക് എത്തിയത്. അതേ വഴിയിലൂടെ പ്രധാനമന്ത്രിയും സംഘവും ചൂരൽമലയിലേക്ക് പോവുകയാണ്. ദുരന്ത വിലാപങ്ങൾ ഉയർന്ന ചൂരൽമലയിലേക്ക്. ആ ചൂരൽമലയിലെ മനുഷ്യരും അവിടുത്തെ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുമൊക്കെ നേരിട്ട ദുരന്തം എത്രമാത്രമാണെന്ന് നോക്കിക്കാണുന്നതിനായി ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോവുകയാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, ചൂരൽമലയിലേക്ക് കൽപ്പറ്റയിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ്. ചൂരൽമലയിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടത്. കൽപ്പറ്റ